ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീകല അനിൽ തൃശ്ശൂരിൽ നിന്ന്. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. കൂടാതെ ഞാനൊരു ചെറിയ രോഗികളുടെ പരിചരണത്തിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയൊരു ടിപ്പ് സാധാരണക്കാർക്കായി ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ അവർക്ക് വളരെ ഉപകരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് കിടക്കാം. അതിന് മുമ്പ് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് പറയട്ടെ. എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് തീരെ ബെഡ് റിഡനായി കിടക്കുന്ന രോഗികൾക്ക് ക്ലീനിങ് ചെയ്യാനായിട്ട് ഓരോ കാര്യത്തിൻ്റെ ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ബെഡിൽ വെച്ചിട്ട് അവരെ ബെഡ് ബാത്ത് കൊടുക്കുന്നതിനും പിന്നെ അവരുടെ പുറം ക്ലീൻ ചെയ്യാനും അങ്ങനെ എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വയം വീട്ടിലുള്ളവർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമ്മൾ അതിന് ചെറിയ ടിപ്പുകളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് അവരുടെ മൗത്ത് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ്. മൗത്തിൽ എപ്പോഴും പെട്ടെന്ന് സ്മെല്ല് വരുന്നൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ചിലർ മൂക്കിൽ ട്യൂബിട്ട് കിടക്കുന്നവരാവും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലീനിങ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ മൗത്ത് ക്ലീനിങ്ങിൻ്റെ കാര്യം പറയാം. മൗത്ത് ക്ലീനിങ് നമ്മൾ സാധാരണ ഡോക്ടേഴ്സ് ക്ലീൻ ചെയ്യാനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കും. അത് വെച്ച് തുടച്ചാൽ മതി, അല്ലെങ്കിൽ അത് വെച്ച് പഞ്ഞിയും ആട്ടറിയും വെച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഫിനാൻഷ്യലി ഒത്തിരിയുള്ളവർക്ക് പല സാധ്യതകളുണ്ട്. അല്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറുനാരങ്ങ മേടിക്കുക, അത് 4 കഷ്ണമായിട്ട് മുറിക്കുക. എന്നിട്ട് അതിൽ ചെറിയ രീതിയിൽ ഉപ്പ് തേച്ച് കൊടുക്കുക. ഒരു കഷ്ണം എടുത്തൊരു പീസിൻ്റെ 2 ഭാഗമായിട്ട് ഉപ്പ് തേച്ച് കൊടുത്തിട്ട് അത് പല്ലിലും നമ്മുടെ പല്ലിന് താഴത്തും മുകളിലും ഒക്കെ ആയിട്ട് എല്ലാ സ്ഥലത്തും നമുക്ക് ക്ലീൻ ചെയ്ത് ഉരച്ച് കൊടുത്ത് ക്ലീനാക്കി എടുത്ത് കഴിഞ്ഞാൽ ഈ ബാഡ് ഓർഡർ ഉണ്ടല്ലോ, നമ്മുടെ മൗത്തിലെ ബാഡ് സ്മെല്ലിന്ന് അത് നന്നായിട്ട് കുറഞ്ഞു വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീടുകളിൽ കിടപ്പ് രോഗികളുള്ളവരുടെ കാര്യങ്ങളും എത്ര ബുദ്ധിമുട്ടാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ പറ്റുന്ന ആൾക്കാർ ഇത് ചെയ്ത് നോക്കുക, നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. എല്ലാ ദിവസവും നമ്മൾ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ദിവസവും ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ചെയ്താൽ ഈ ബാഡ് സ്മെല്ല് വരുന്നതിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. വീണ്ടും കാണാം.